Bismillah, alhamdulillah, alhamdulillahi rabbil alameen. Wassalatu wassalamu ala rasulillahil ameen wa ala alihi wa sahbihi ajma'in. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Rabbana zidna ilma. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? സ്ക്രീൻ എല്ലാവർക്കും കാണാലോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ വരെ നമ്മൾ എടുത്ത പോർഷൻസ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. മഖാരിജുൽ ഹുറൂഫ് എടുത്തു, പിന്നെ അതിനകത്ത് തന്നെ നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ട് നോക്കി അല്ലേ. ജൗഫ്, ഹൽഖ്, ലിസാൻ. ലിസാൻ സ്റ്റാർട്ട് ചെയ്തു. ലിസാന്റെ ഏതൊക്കെ ഭാഗം എടുത്തു? അഖ്സൽ ലിസാൻ, വസത്തുൽ ലിസാൻ ആൻഡ് ഹാഫത്തുൽ ലിസാൻ. ഈ മൂന്ന് ഭാഗങ്ങളും അതിന്റെ അക്ഷരങ്ങളും അതിന്റെ മഖ്റജും എല്ലാവരും ഓക്കെ ആണല്ലോ? ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നാവിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. നമ്മൾ എടുക്കാൻ പോകുന്നത് നാവിനെ ഇപ്പൊ നമ്മൾ എത്ര ഭാഗമായിട്ട് തിരിച്ചു? അഖ്സൽ ലിസാൻ, വസത്തുൽ ലിസാൻ, ഹാഫത്തുൽ ലിസാൻ ആൻഡ് തൊറഫുൽ ലിസാൻ. 4 ഭാഗമായിട്ട് തിരിച്ചതിനകത്ത് 3 ഭാഗം നമ്മൾ ഇന്നലെ നോക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് പോർഷൻ ആണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇത് നോക്കാം. തൊറഫുൽ ലിസാൻ, ടിപ്പ് ഓഫ് ദ ടങ്. ടങ്ങിന്റെ ടിപ്പിന് പറയുന്നതാണ് എന്താണ്? തൊറഫുൽ ലിസാൻ. നാവിന്റെ അറ്റത്ത് നിന്ന് എത്ര അക്ഷരങ്ങൾ വരുന്നുണ്ടെന്ന് നോക്കാം. 5 പോയിന്റ്സിൽ നിന്ന് 11 അക്ഷരങ്ങളാണ് നാവിന്റെ ടിപ്പിൽ നിന്ന് വരുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നാവിന്റെ ഭാഗത്ത് നിന്ന് തന്നെ, നാവിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ പുറപ്പെടുന്നത് എവിടെ നിന്നാണ്? തൊറഫുൽ ലിസാനിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ മഖ്റജ്, ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ വരുന്ന മഖ്റജ് എവിടെ നിന്നാണ്? നാവിൽ നിന്നാണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ തൊറഫുൽ ലിസാനിലാണ്. ഓക്കെ, 11 അക്ഷരങ്ങളാണ് 5 പോയിന്റ്സിൽ നിന്നായിട്ട് വരുന്നത്. ഏതൊക്കെയാ നോക്കാം. ഒന്ന് നൂൻ, പിന്നെ റോ, ത, ദ, തോ. അതൊരു പെയർ ആയിട്ടാണ് കേട്ടോ. അതൊരു മൂന്ന് ലെറ്റേഴ്സും ഒരേ മഖ്റജ് ഷെയർ ചെയ്യുന്ന ലെറ്റേഴ്സ് ആണ്. ത, ദ, തോ. ഓക്കെ, ഒരുമിച്ച് എഴുതിയിരിക്കുന്നത്. അടുത്തത് ഫ, വാൽ, വോ. മൂന്നും ഒരേ മഖ്റജ് തന്നെയാണ്. പിന്നെ അടുത്ത് സീൻ, സോദ്, സൈ. ഓക്കെ, ഇങ്ങനെ 11 അക്ഷരങ്ങളാണ് 5 പോയിന്റ്സിൽ നിന്ന് പുറത്തു വരുന്നത്.
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഓരോന്നിന്റെ മഖ്റജ് എടുത്ത് നോക്കാം. ആദ്യം നൂൻ. നൂനിന്റെ മഖ്റജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടുന്ന? ടിപ്പ് ഓഫ് ദ ടങ്, നാവിന്റെ അറ്റത്ത് നിന്ന് തന്നെയാണ് വരുന്നത്. അത് എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? മുകളിലത്തെ രണ്ട് മുൻപല്ലുകളുടെ മുകളിലെ രണ്ട് മുൻപല്ലുകളുടെ മോണയിലാണ് ടച്ച് ചെയ്യുന്നത്. ഓക്കെ, നൂൻ ടച്ച് ചെയ്യുന്നത്. നമ്മൾ ലാം പറഞ്ഞു, ലാമിന് ശേഷം വരുന്ന അടുത്തതാണ് നൂൻ എന്ന് പറയുന്നത്. ഓക്കെ, ലാമിന്റെ താഴെയായിട്ടാണ് നൂനിന്റെ മഖ്റജ്. വളരെ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് ചേഞ്ച് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ ആ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ഏരിയ ആണ്. അവിടെ വളരെ ചെറിയ മൈക്രോ ഡിഫറൻസിലായിരിക്കും ഈ മഖ്റജുകൾ തമ്മിൽ വ്യത്യാസം വരുന്നത്. ഓക്കെ, ലാം എന്ന് പറയുന്ന ഒരു വൈഡർ മഖ്റജ് ആണ്. നമ്മൾ പറഞ്ഞു നാവിന്റെ ഏത് എഡ്ജാണ്, എത്ര ഭാഗം യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. നാവിന്റെ ടിപ്പിന്റെ തന്നെ ഞാൻ പറഞ്ഞു കാണിച്ചു തന്നിരുന്നു അല്ലേ. നാവിന്റെ ടിപ്പിന്റെ ഏത് ഭാഗമാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, വൈഡർ ആയിട്ടുള്ള മഖ്റജാണ് നാവിന് വരുന്നത്. നാവിന്റെ ടിപ്പ് യൂസ് ചെയ്യുന്നത്, ടിപ്പല്ല, ടിപ്പിനോട് അടുത്തുള്ള അരികുകളാണ് ലാമിന് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ വൈഡർ പോർഷൻ ആണ് ലാമിന് വരുന്നത്. പക്ഷെ നൂനിന് വരുമ്പോൾ ലാമിനേക്കാളും ചെറിയൊരു മഖ്റജാണ് നൂനിന്റെ വരുന്നത്. അത്രയും വിട്ടില്ലാത്തൊരു മഖ്റജാണ്. ലാമിനോട് അടുത്ത ഭാഗത്താണ്, ലാമിന്റെ താഴെയായിട്ടാണ് നൂനിന്റെ മഖ്റജ് വരുന്നത്. പിന്നെന്താണ്? ഏതാ ഭാഗം ടച്ച് ചെയ്യുന്നത്? നാവിന്റെ അറ്റം മുകളിലത്തെ രണ്ട് മുൻപല്ലുകളുടെ മോണഭാഗത്താണ് ടച്ച് ചെയ്യുന്നത്. പിന്നെ അത് മാത്രം കൊണ്ട് നൂനിന്റെ മഖ്റജ് അവസാനിക്കണില്ല. നമുക്ക് അങ്ങനെ മാത്രം നൂനിനെ ഉച്ചരിക്കാൻ പറ്റില്ല. നൂൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത ഉള്ള ഒരു അക്ഷരമാണ്. നമുക്ക് നമ്മളുടെ മൂക്ക് അടച്ചു പിടിച്ചിട്ട് ഒരിക്കലും നൂൻ എന്നുള്ള അക്ഷരം ബാക്കി എല്ലാ അക്ഷരങ്ങളും ഉച്ചരിക്കുന്ന പോലെ രണ്ടക്ഷരങ്ങൾ നമുക്ക് മൂക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഉച്ചരിക്കാൻ പറ്റില്ല. ഒന്ന് നൂനും ഒന്ന് മീമുമാണ് അങ്ങനെയുള്ള അക്ഷരങ്ങൾ. ഓക്കെ, അപ്പോൾ അതിനകത്ത് തന്നെ നൂനിന്റെ മഖ്റജിൽ വരുമ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം മാത്രം കൊണ്ട് നൂനിന്റെ മഖ്റജ് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. നൂനിന്റെ മഖ്റജ് പകുതി പകുതിയായിട്ട് നമുക്ക് പറയാം. ഒന്ന് നാവിന്റെ അറ്റവും മുകളിലെ രണ്ട് മുൻപല്ലുകളുടെ മോണയും എന്ന് പറയാം. ബാക്കി ഭാഗം വരുന്നത് തരിമൂക്കാണ്. തരിമൂക്കിലൂടെയാണ് നൂനിന്റെ ശബ്ദം പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നൂനിന്റെ മഖ്റജ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. 50-50 ആയിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് നാവിന്റെ ടിപ്പും മേലെ മുൻപല്ലിന്റെ രണ്ട് മുൻപല്ലിന്റെ മോണഭാഗവും. അവിടെ വെച്ചിട്ട് മാത്രം നമുക്ക് നൂനിന്റെ ശബ്ദം പുറത്ത് വരാൻ പാടില്ല. നൂനിന്റെ ശബ്ദം എപ്പോഴും പുറത്തേക്ക്, സൗണ്ട് പുറത്തേക്ക് വരുന്നത് അത് ഹൈഷൂമിലൂടെ എന്ന് പറയും. അത് നമ്മൾ പഠിക്കും എന്തായാലും. ലാസ്റ്റ് ഒരു ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. കാരണം സൗണ്ട് എമിറ്റ് ചെയ്യുന്നത്, പുറത്തേക്ക് പോകുന്നത് ഹൈഷൂമിലൂടെയാണ് നൂനിന്റെ. ഓക്കെ, നൂനിന്റെ നമുക്ക് പിക്ചർ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ടച്ച് ചെയ്യുന്ന ഭാഗം കണ്ടോ? ഏത് ഭാഗത്താണ് ടച്ച് ചെയ്യുന്നത് കണ്ടോ? നൂൻ അറ്റം, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ രണ്ട് മുൻപല്ലുകളുടെ മോണഭാഗത്ത് ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ടിപ്പാണ് ടച്ച് ചെയ്യുന്നത്. പക്ഷേ സൗണ്ട് പുറത്തേക്ക് പോകുന്നത് കണ്ടോ? ഏത് ഭാഗത്തൂടെയാ? ആ മൂക്കിന്റെ ഭാഗത്തൂടെയാണ് സൗണ്ട് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, നൂന് ഒരിക്കലും നമുക്ക് അതുകൊണ്ട് തന്നെ മൂക്കടച്ചു പിടിച്ച് നമുക്ക് നൂന് ഉച്ചരിക്കാൻ പറ്റില്ല. എല്ലാവരും ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി അറിയാൻ പറ്റും. മൂക്കടച്ചു പിടിച്ച് നിങ്ങൾക്ക് നൂൻ പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ഇതാണ് നൂനിന്റെ മഖ്റജ്. നെക്സ്റ്റ് അടുത്ത അക്ഷരം നോക്കാം. റോ. തൊറഫുൽ ലിസാനി എന്ന് പറയുന്ന അടുത്ത അക്ഷരമാണ് റോ. റോന്റെ മഖ്റജ് പറയുന്നതും ഇതേ പോയിന്റ് തന്നെയാണ്. കാരണം റോ നൂൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ ടച്ചിങ്ങിലുള്ള ചെറിയ വ്യത്യാസമാണ് അവിടെ വരുന്നത്. ഓക്കെ, റോയും നൂനൊക്കെ വരുന്നത് ആ സെയിം ഏകദേശം അതേ മഖ്റജ് തന്നെയാണ് വരുന്നത്. ലാം, നൂൻ, റോ തൊട്ടടുത്തുള്ള മഖ്റജുകളാണ്. അതും പറയുന്നത് നാവിന്റെ അറ്റം മുകളിലത്തെ രണ്ട് മുൻപല്ലുകളുടെ മോണഭാഗത്തിന് ടച്ച് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ടിപ്പിന്റെ കൂടെ എന്താ പറയുക, ആ ഒരു റോയിന്റെ ടോപ്പ് ഓഫ് ദ ടിപ്പ് എന്ന് പറയും. ടിപ്പിനെ കുറച്ച് ആ ഒരു ഭാഗത്തും മുകളിലുള്ള ഭാഗത്തും കൂടി ടച്ച് ആവുന്നുണ്ട് റോയ്ക്ക്. ഓക്കെ, റോ ഉച്ചരിക്കുമ്പോൾ നമ്മളുടെ വായ എങ്ങനെയായിരിക്കും നോക്കാം. റോയിനെ കണ്ടോ? നാവ് അതേ പൊസിഷൻ തന്നെയാണ് ഇരിക്കുന്നത് റോ പറയുമ്പോൾ. പക്ഷെ റോയിനൊരു പ്രത്യേകതയുണ്ട്. റോ എന്ന് പറഞ്ഞ അക്ഷരം ചില സമയങ്ങളിൽ അത് ഭാരത്തോടു കൂടി, ചില സമയങ്ങളിൽ ഭാരമില്ലാതെയും ഉച്ചരിക്കുന്ന ഒരു അക്ഷരമാണ്. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഭാരമുള്ള അവസ്ഥയും ഭാരമില്ലാത്ത അവസ്ഥയും. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. ഭാരത്തോടു കൂടി നമ്മൾ റോ എന്ന് പറയുന്നത് ഫത്ഹ വരുമ്പോഴും വമ്മ വരുമ്പോഴൊക്കെ റോ എന്നാണ് പറയുക അല്ലെ.
കെസ്ര വരുമ്പോൾ നമ്മൾ എന്താ പറയും? രീ എന്ന് പറയും. അപ്പൊ എന്താണ്? നാവിന്റെ പൊസിഷൻ ഇതായിരിക്കും കേട്ടോ. നാവിന്റെ ഷേപ്പ് ഇതായിരിക്കും. കെസ്ര വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് പറയുന്ന സമയങ്ങളിൽ നാവിന്റെ പൊസിഷൻ ഇതായിരിക്കും. ഓക്കെ. ഇനി ഹെവി ആയിട്ട് പറയുന്ന സമയങ്ങളിൽ ഹെവി ആയിട്ട് പറയുമ്പോൾ നാവിന്റെ പൊസിഷൻ ഇതായിരിക്കും. ഓക്കെ. നാവിന്റെ ബാക്കിന് എന്ത് പറ്റും? ബാക്ക് സൈഡ് ഒന്ന് ഉയരും. ആ ഒരു ഉയർച്ച കൊണ്ടാണ് ആ ഒരു ഹെവിനെസ് ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പൊ റോ എപ്പോഴും രണ്ടവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റും. റോ ഹെവി ആയിട്ടും കാണാൻ പറ്റും, ലൈറ്റ് ആയിട്ടും കാണാൻ പറ്റും. നെക്സ്റ്റ്. അപ്പൊ ഈ അക്ഷരങ്ങളെ ലാം, നൂൻ, റോ. ലാം എന്ന് പറയുന്നത് ടിപ്പ് ഓഫ് ദ ടങ്, നാവിന്റെ അറ്റത്ത് നിന്ന് വരുന്ന ഒരു അക്ഷരമല്ല. പക്ഷെ അതിനു വേണ്ടി നാവിന്റെ അറ്റം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ആ വൈഡർ എഡ്ജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നാവിന്റെ അറ്റം കൂടി പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാമിനെയും നൂനിനെയും റോയിനെയും കൂടി ഒരുമിച്ചൊരു പേര് വിളിക്കുന്നതാണ് ഹുറൂഫുൽ ദലഖിയ്യ. ഹുറൂഫു ദലഖിയ്യ. ഓക്കെ. ഈ മൂന്നക്ഷരങ്ങൾ കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് കേട്ടോ. അപ്പൊ നൂൻ, റോ, ഈ രണ്ട് മഖ്റജുകൾ ക്ലിയർ ആണ്. അടുത്തതിലേക്ക് പോകാം നമുക്കൊന്ന്. അടുത്ത ഒരു സെറ്റ് ആയിട്ടാ പറയുന്നത്. ത, ദ, തോ. ത, ദ, തോ. ഓക്കെ. ത, ദാല്, പിന്നെ തോ. ഈ മൂന്ന് അക്ഷരങ്ങളും കൂടി ഒരേ മഖ്റജാണ് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ത, ദ, തോ. മൂന്നിന്റെ കൂടി മഖ്റജ് നമുക്ക് പറയാം. നാവിന്റെ അറ്റം മേലെ രണ്ട് മുൻപല്ലുകളുടെ മോണഭാഗം തന്നെയാണ്. അത് നമ്മുടെ പല്ലിനോട് ചേർന്നിട്ടുള്ള ആ റൂട്ട്സ് തുടങ്ങുന്ന ഭാഗത്താണ് ടച്ച് ചെയ്യുന്നത് കേട്ടോ. ഈ മൂന്ന് അക്ഷരങ്ങളും കൂടി നമുക്ക് വിളിക്കാം ഹുറൂഫുൻ നത്ഇയ്യ എന്ന് വിളിക്കാം. ഹുറൂഫുൻ നത്ഇയ്യ എന്ന് വിളിക്കാം. ഓക്കെ. ഇനി അതിന്റെ പിക്ചർ കാണിച്ചു തരാം. ത, ദ, തോ. ത, ദ, തോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ത, ദാല് പറയുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള അക്ഷരങ്ങളാണ്. തോ എന്ന് പറയുന്ന അക്ഷരം ഭാരത്തോട് കൂടി വെച്ചിരിക്കുന്ന അക്ഷരമാണ്. അപ്പൊ താക്കും ദാലിനും ഉള്ള നാവിന്റെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കും. നാവിന്റെ അറ്റം ആ മോണഭാഗത്ത് ടച്ച് ചെയ്യും. അതോടുകൂടി നാവിന്റെ ഷേപ്പ് ഉണ്ട്. താക്കും ദാലിനും നാവിന്റെ ബാക്ക് സൈഡ് താഴ്ന്നിരിക്കും. ലൈറ്റ് ലെറ്റർ ആണ്, താഴ്ന്നിരിക്കും. ഓക്കെ. ഇനി തോ പറയുമ്പോൾ നാവിന്റെ ബാക്ക് സൈഡ് ഉയർന്നിരിക്കും. തോ ഒരു ഹെവി ലെറ്റർ ആണ്. തോ പറയുമ്പോൾ നാവിന്റെ ബാക്ക് സൈഡ് ഒന്ന് ഉയരും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഹെവിനെസ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മൾ എത്ര ഹെവി ലെറ്റേഴ്സ് പഠിച്ചു? ഹൽക്കിൽ നിന്ന് വരുന്ന ഹ, ഗൈൻ പഠിച്ചു. പിന്നെ ഏതാണ്? ഖാഫ് പഠിച്ചു. പിന്നെ ദാദ് പഠിച്ചു. പിന്നെ ഇപ്പൊ ഏതാണ് പഠിച്ചത്? ഇന്ന് പഠിച്ചതിനകത്ത് തോ പഠിച്ചു അല്ലേ? ഓക്കെ. അപ്പോൾ ഹെവി ലെറ്റേഴ്സ് പറയുമ്പോൾ എന്താണ്? നാവിന്റെ ബാക്ക് സൈഡ് ഒന്ന് ഉയരും. അതോടുകൂടി സൗണ്ട് ഉയരുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ആ ഭാരം ഉണ്ടാക്കുന്നത്, സൗണ്ടിന് ആ ഒരു ഭാരം ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ത, ദ, തോ. താന്റെയും ദാലിന്റെയും മഖ്റജ് നാവിന്റെ ബാക്ക് സൈഡ് താഴ്ന്നാണ് ഇരിക്കുക. ഫ്രണ്ട് ഭാഗം ടച്ച് ചെയ്യുന്നതിനകത്ത് ഒരു ടിപ്പ് ടച്ച് ചെയ്യുന്ന ഭാഗത്തിന് ഒരു വ്യത്യാസം വരുന്നില്ല. താക്കും ദാലിനും തോക്കും ഒരേ ഭാഗം തന്നെയാണ് ടച്ച് ചെയ്യുന്നത്. പക്ഷെ നാവിന്റെ ബാക്കിലുള്ള ഷേപ്പും കൊണ്ട് വ്യത്യാസം കൊണ്ടാണ് ആ ഒരു ഹെവിനെസ് ഉണ്ടാകുന്നത്. ഓക്കെ. തോ ഒരു ഹെവി ലെറ്ററും തായും ദാലും ലൈറ്റ് ലെറ്റേഴ്സും ആണ്. അടുത്ത അതുപോലെ തന്നെയുള്ള ഒരു സെറ്റാണ് ഫ, വാൽ ആൻഡ് വോ. ഫ, വാൽ ആൻഡ് വോ. ഓക്കെ. ഈ മൂന്ന് ലെറ്റേഴ്സ്. ഇതിന്റെ മഖ്റജ് പറയുന്നത് നാവിന്റെ അറ്റവും മേലെ രണ്ട് മുൻപല്ലുകളുടെ താഴ്ഭാഗത്ത് അരികാണ്. രണ്ട് അരികുകൾ ചേർന്നിട്ടാണ് ഈ മൂന്നക്ഷരങ്ങൾ പറയുന്നത്. ഏതൊക്കെ രണ്ട് അരികാന്ന് വെച്ചാൽ ഒന്ന് നാവിന്റെ അറ്റം. ഓക്കെ. പിന്നെ ഒന്നതാണ് മേലെ രണ്ട് മുൻപല്ലുകളുടെ താഴ്ഭാഗം. ആ അരികം കൂടിയാണ് ചേരുമ്പോഴാണ് ഫ, വാൽ ആൻഡ് വോ എന്നുള്ള അക്ഷരം ഉച്ചരിക്കപ്പെടുന്നത്. ഓക്കെ. നാവിന്റെ ടിപ്പ് ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ഓക്കെ, ചെറുതായിട്ട് നാവിന്റെ ടിപ്പ് പുറത്ത്, നാവിന്റെ ടിപ്പിൽ നിന്ന് ഒരുപാട് അകത്തേക്കല്ല, ചെറുതായിട്ട് മാത്രം ഒന്ന് പുറത്തേക്ക് വരും.
അങ്ങനെയാണ് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുക കേട്ടോ. പിക്ചർ കാണിച്ചു തരാം. ഇവിടെ ഫായും വാലും എന്താണ് ലൈറ്റ് ലെറ്റേഴ്സും, വോ ഒരു ഹെവി ലെറ്ററുമാണ്. ഓക്കെ, താ ദ തോ പറഞ്ഞ പോലെ തന്നെ ഫായും വാലും ഇവിടെ ലൈറ്റ് ലെറ്റേഴ്സും, വോ ഒരു ഹെവി ലെറ്ററുമാണ്. ഇപ്പൊ ഫ വാല് പറയുമ്പോൾ ഉള്ള അവസ്ഥ കണ്ടോ, പല്ലിന്റെ താഴ്ഭാഗത്ത് ടച്ച് ചെയ്തിട്ടുണ്ട് ടിപ്പ്. ഓക്കെ, ടിപ്പിന്റെ ആ ചെറിയൊരു ഭാഗം കണ്ടോ, ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. പല്ലിന്റെ താഴ്ഭാഗത്താണ് ടച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നാവിന്റെ ബാക്ക് സൈഡ് താഴ്ന്നുമാണ് ഇരിക്കുന്നത്. ലൈറ്റ് ലെറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ വോ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഭാഗം ടച്ച് ചെയ്തിരിക്കുന്നതിന് അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല, സെയിം ഭാഗത്ത് തന്നെയാണ്. നാവിന്റെ ടിപ്പും അതിന് ചെറുതായിട്ടൊന്ന് അകത്തേക്കായിട്ട് മേലെ രണ്ട് മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് തന്നെ ടച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ ബാക്ക് സൈഡ് വരുമ്പോൾ നാവിന്റെ ബാക്ക് സൈഡ് ഒന്ന് ഉയരും, അതോടുകൂടി അത് ഹെവി ആവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിനകത്തും ഒരു ഹെവി ലെറ്റർ ഉണ്ട് കേട്ടോ. ഫ വ വോ അതിനകത്ത് ഫായും വാലും ലൈറ്റ് ലെറ്റേഴ്സും, വോ ഒരു ഹെവി ലെറ്ററുമാണ്. ഓക്കെ, അടുത്ത വേറൊരു സെറ്റാണ് ഇതുപോലെ തന്നെ. സീൻ, സായ്, സോദ്. സീൻ, സായ്, സോദ്. ഓക്കെ, ഇത് മൂന്നിന്റെയും മഖ്റജ് കാണിച്ചു തരാം. നാവിന്റെ അറ്റം, ഓക്കെ, നാവിന്റെ അറ്റം ടച്ച് ചെയ്യുന്നത്, നാവിന്റെ അറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ടിപ്പാണ് കേട്ടോ ഇവിടെ ടച്ച് ചെയ്യുന്നത്. ആ ടിപ്പ് ടച്ച് ചെയ്യുന്നത് എവിടെയാണ്? താഴെ രണ്ട് മുൻപല്ലുകളുടെ ബാക്ക് സൈഡിലാണ് ടച്ച് ചെയ്യുന്നത്. ഓക്കെ, അത് താഴ്ഭാഗത്ത് നിന്ന് പറയും, ചിലപ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് പറയും. പക്ഷെ അത് നമ്മുടെ ഓരോരുത്തരും ഉച്ചാരണം അനുസരിച്ച് ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം വരാം. പക്ഷെ ബാക്ക് സൈഡിലാണ് ടച്ച് ചെയ്യുന്നത്. താഴെ രണ്ട് മുൻപല്ലുകളുടെ ബാക്ക് സൈഡിലാണ് ടച്ച് ചെയ്യുന്നത്. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നേരത്തെ പോയിന്റിലെ. ഹുറൂഫിൻ അത്തഴിയ പറഞ്ഞു നമ്മൾ. താ ദ തോ അക്ഷരങ്ങൾക്ക് ഹുറൂഫിൻ അത്തഴിയ എന്ന് പറഞ്ഞു. ഫ വാൽ വോ ഈ മൂന്ന് അക്ഷരങ്ങളെയും കൂടി വിളിക്കുന്നതാണ് ഹുറൂഫുൽ ലസവിയ. ഓക്കെ, ഹുറൂഫുൽ ലസവിയ. ഓക്കെ, ഓരോ പെയറായിട്ട് അതിനൊരു പേര് വന്നിരിക്കുന്നതാണ് കേട്ടോ, അല്ല വേറൊരു പേര് വിളിക്കുന്നതാണ്. അടുത്തത് നമ്മൾ പറഞ്ഞ സീൻ, സ്വാദ്, സായ്. മഖ്റജ് പറഞ്ഞു, നാവിന്റെ അറ്റം താഴെ രണ്ട് മുൻപല്ലുകളുടെ ബാക്ക് സൈഡിലാണ് ടച്ച് ചെയ്യുന്നത്. ഈ അക്ഷരങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹുറൂഫുൽ അസ്ലിയ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഹുറൂഫ് സഫീർ എന്ന് വിളിക്കും. കാരണം ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. സീൻ, സീൻ, സ, സോ ഒരു വിസ്ലിംഗ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഒരു ബസ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അക്ഷരങ്ങൾ ഹുറൂഫ് സഫീർ, വിസ്ലിംഗ് സൗണ്ട് ഉള്ള അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഹുറൂഫുൽ അസ്ലിയ എന്ന് പറയുന്ന, അസ്ലിയ എന്ന് പറയാൻ കാരണം അത് കറക്റ്റ് ആയിട്ടുള്ള ടിപ്പിൽ നിന്ന്, വെരി ടിപ്പ് എന്ന് പറയുന്നത് ആ കറക്റ്റ് ഒരു ടിപ്പിൽ നിന്ന് തന്നെയാണ് അത് ഫോം ചെയ്യുന്നത് ആ ലെറ്റേഴ്സ്. അതുകൊണ്ടാണ് അക്ഷരങ്ങൾക്ക് അങ്ങനെയും വിളിക്കുന്നത്. ഇതിന്റെ പിക്ചർ കാണുകയാണെന്നുണ്ടെങ്കിൽ നാവിന്റെ അറ്റം കണ്ടോ, നാവിന്റെ അറ്റം താഴെ പല്ലിന്റെ ബാക്ക് സൈഡിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ. നാവിന്റെ അറ്റം താഴെ പല്ലിന്റെ ബാക്ക് സൈഡിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. താഴത്തെ രണ്ട് മുൻപല്ലുകളുടെ ബാക്ക് സൈഡിലായിട്ട് വരും. ഓക്കെ, ഇവിടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സീനും സായും ലൈറ്റ് ലെറ്റേഴ്സും, സ്വാദ് ഒരു ഹെവി ലെറ്ററും ആണ്. ഓക്കെ, അപ്പൊ സ്വാദ് പറയുമ്പോൾ തന്നെ എന്താ സംഭവിക്കുക? നാവിന്റെ ബാക്ക് സൈഡ് ഉയരും. ഫ്രണ്ട് ഭാഗത്തിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, ബാക്ക് സൈഡാണ് ഉയരുന്നത്. ഫ്രണ്ട് എവിടെയാണോ സീനും സായ്ക്കും വെക്കുന്നത് അതേ പൊസിഷനിൽ തന്നെയാണ് വെക്കുന്നത്. പക്ഷെ സ്വാദിന് വരുമ്പോൾ ബാക്ക് സൈഡ് ഒന്ന് ഉയരും, അതോടുകൂടി സൗണ്ട് ഒന്ന് ഉയരാണ് ചെയ്യും. ഓക്കെ, സീനും സായും ലൈറ്റ് ലെറ്റേഴ്സും, സ്വാദ് ഒരു ഹെവി ലെറ്ററും ആണ്. ഓക്കെ, ഇപ്പൊ എത്ര ഹെവി ലെറ്റേഴ്സ് പഠിച്ചു നമ്മള്? കോഫ് പഠിച്ചു അല്ല, ഹോ, റൈൻ, കോഫ്, പിന്നെ ബോദ്, തോ, വോ, പിന്നെ ഏതാണ്? സ്വാദ്. ഓക്കെ, അപ്പൊ ഇത്രയും ഹെവി ലെറ്റേഴ്സ് ആണ് അറബിക്കിൽ ഉള്ളത്. നമുക്ക് അറബിക് ലെറ്റേഴ്സിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 7 പെർമനന്റ് ഹെവി ലെറ്റേഴ്സ് ആണ്. ഇവര് ഏത് അവസ്ഥയിലും ഇവര് ഹെവി ആയിരിക്കും. എന്ത് മാറി വന്നാലും ഇവരുടെ ഹെവിനെസ്സിന് മാറ്റം വരില്ല. ഓക്കെ, ഹെവിനെസ് ഉണ്ടാകും. അങ്ങനെ പെർമനന്റ് ആയിട്ടുള്ള ഹെവി ലെറ്റേഴ്സ് ആണ് ഇപ്പോൾ പഠിച്ചത്. ബാക്കിയെല്ലാം ലൈറ്റ് ലെറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതോടുകൂടി നമ്മുടെ തൊറഫുൽ ലിസാൻ എന്നുള്ള മഖ്റജ് കംപ്ലീറ്റ് ആവാണ്. ലിസാൻ എന്ന മഖ്റജിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചു?
അക്കുസൽ ലിസാൻ. അക്കുസൽ ലിസാനിൽ നിന്ന് ഏതൊക്കെ അക്ഷരങ്ങളാണ് പുറത്തു വരുന്നത്? അക്കുസൽ ലിസാനിൽ നിന്ന് ഏതൊക്കെ അക്ഷരങ്ങൾ വരുന്നുണ്ട്? ഖാഫും കാഫും അല്ലേ? വസത്തുൽ ലിസാനിൽ നിന്ന് എത്ര അക്ഷരങ്ങൾ പുറത്തു വരുന്നുണ്ട്? വസത്തുൽ ലിസാനിൽ നിന്ന് പുറത്തു വരുന്ന അക്ഷരങ്ങളുടെ എണ്ണം 3. ഓക്കെ, അവിടെ ഏതൊക്കെ അക്ഷരങ്ങളാണ്? ജീം, ഷീൻ, യാ. ഹാഫത്തുൽ ലിസാനിൽ നിന്ന് എത്ര അക്ഷരങ്ങൾ പുറത്തു വരും? 2 ലെറ്റേഴ്സ് പുറത്തു വരും. ഓക്കെ, 2 ലെറ്റേഴ്സിൽ അത് ഏതൊക്കെയാണ്? ബാദും ലാമും. തൊറഫുൽ ലിസാനിൽ നമ്മൾ എത്ര അക്ഷരങ്ങൾ പഠിച്ചു? 11 അക്ഷരങ്ങൾ പഠിച്ചു. എത്ര പോയിന്റ്സിൽ നിന്ന്? 5 പോയിന്റുകളിൽ നിന്നായിട്ട് 11 അക്ഷരങ്ങൾ. 5 പോയിന്റ്സ് ഏതൊക്കെയാണ്? നൂനിന് 1 പോയിന്റ്, റോക്ക് 1 പോയിന്റ്, തോ ഒരു പോയിന്റിൽ നിന്ന് 3 അക്ഷരങ്ങൾ വരുന്നത്, വോ 1 പോയിന്റിൽ നിന്ന് 3 അക്ഷരങ്ങൾ. ഓക്കെ, പിന്നെ സീൻ, സൈ, സോദ് 1 പോയിന്റിൽ നിന്ന് അടുത്ത 3 അക്ഷരങ്ങൾ. അങ്ങനെ 5 പോയിന്റ്സിൽ നിന്ന് 11 അക്ഷരങ്ങളാണ് തൊറഫുൽ ലിസാനിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഏതൊക്കെ അക്ഷരങ്ങളായിരുന്നു? നൂൻ, റോ, തോ, വോ, സീൻ, സൈ, സോദ്. ഓക്കെ, എത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? നമുക്ക് അപ്പൊ അടുത്ത പോർഷനിലേക്ക് പോകാം. അടുത്ത മഖ്റജ് നമുക്ക് എടുക്കാനുള്ളത്, നമ്മളിപ്പോ ജൗഫ് കഴിഞ്ഞു, ഹൽക്കോ കഴിഞ്ഞു, ലിസാൻ കഴിഞ്ഞു അല്ലേ? 3 മെയിൻ ആയിട്ടുള്ള മഖ്റജുകൾ 3 കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് എടുക്കാനുള്ളതാണ് ഏതാണ്? ഷഫത്താൻ, അതായത് 2 ചുണ്ടുകൾ. 2 ചുണ്ടുകളിൽ നിന്നായിട്ട് 2 പോയിന്റ്സിൽ നിന്നായിട്ട് 4 ലെറ്റേഴ്സ് ആണ് പുറത്തു വരുന്നത്. ഓക്കെ, 2 പോയിന്റ്സിൽ നിന്ന് 4 ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഫ, 1 പോയിന്റിൽ നിന്ന് ഫ എന്നുള്ള അക്ഷരം. വേറൊരു പോയിന്റ് പറയുമ്പോൾ അതിൽ നിന്ന് ബ, മീം, വാവ് എന്നുള്ള അക്ഷരം. ഓക്കെ, 2 പോയിന്റിൽ നിന്ന് 4 അക്ഷരങ്ങളാണ് പുറത്തു വരുന്നത്. ഒന്ന് ഫ, അടുത്തത് ബ, മീം, വാവ്. നമുക്ക് ഓരോന്നിന്റെ മഖ്റജ് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഫ. ഫ എന്നുള്ള അക്ഷരം എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് നോക്കാം. ഫ ഉച്ചരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഫയുടെ മഖ്റജ് പറയുകയാണെന്നുണ്ടെങ്കിൽ മേലെ 2 മുൻപല്ലുകളുടെ താഴ്ഭാഗവും താഴെ ചുണ്ടിന്റെ ഉൾഭാഗത്ത്, അതുപോലെ നനവുള്ള ഭാഗം വെറ്റ് ഏരിയയിലായിരിക്കും ടച്ച് ചെയ്യുന്നത്. മേലെ 2 മുൻപല്ലിന്റെ താഴ്ഭാഗം, താഴെ ചുണ്ടിന്റെ നനവുള്ള ഭാഗത്ത് അല്ലെങ്കിൽ അകത്താണ് ടച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുന്നത് കേട്ടോ. ഫ ഒരു ലൈറ്റ് ലെറ്റർ ആണ്. നമ്മൾ പറഞ്ഞു ഇത്ര ഹെവി ലെറ്റേഴ്സിന്റെ കാര്യം പറഞ്ഞു, ബാക്കിയെല്ലാം ലൈറ്റ് ലെറ്റേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫ ഒരു ലൈറ്റ് ലെറ്റർ ആണ്. അടുത്തത് വാവ്. വാവ് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ വാവ് പറയണ പോലെ വാ വാ എന്ന് പറയരുത്. ചുണ്ടിൽ ടച്ച് ചെയ്യാനേ ചുണ്ടിൽ പല്ല് ടച്ച് ചെയ്യാനേ പാടില്ല. 2 ചുണ്ടുകൾ സർക്കിൾ ചെയ്തിട്ടാണ് പറയാ. ഓക്കെ, സർക്കിൾ ചെയ്ത് ആ 2 സർക്കിൾ ചെയ്യുമ്പോൾ തന്നെ 2 കൂടെ കൂട്ടിമുട്ടാൻ പാടില്ല. സൗണ്ട് പുറത്തേക്ക് വരാനുള്ള സ്പേസ് ഉണ്ടാവും, അതിനിടയിൽ ഒരു ഹോള് പോലെ സ്പേസ് ഉണ്ടാവും. ഓക്കെ, വാ, വാവ്, വാവ്. ഓക്കെ, ഇപ്പൊ വാവ് പറയുമ്പോൾ 2 ചുണ്ടുകൾ സർക്കിൾ ചെയ്തിട്ട് വേണം പറയാൻ. ബ എന്നുള്ളൊരു അക്ഷരത്തിന്റെ മഖ്റജ് 2 ചുണ്ടുകളും കൂടി ചേർന്ന്, അല്ലെങ്കിൽ നമുക്ക് പറയാം 2 ചുണ്ടിന്റെയും നനവുള്ള ഭാഗങ്ങൾ തമ്മിൽ ചേർന്നിട്ടാണ് ബ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുന്നത്. പിക്ചർ കാണിച്ചു തരാം ഓരോന്നിന്റെ. അടുത്തത് മീം. മീം എന്നുള്ള അക്ഷരം എങ്ങനെയാണ്? 2 ചുണ്ടിന്റെയും ഡ്രൈ ഏരിയ ആണ്, അതായത് ഉണങ്ങിയ ഭാഗമാണ് തമ്മിൽ ചേരുന്നത്. അതോടൊപ്പം തന്നെ മീമിന്റെ കാര്യത്തിൽ നമുക്ക് നൂൻ പറഞ്ഞ പോലെ തന്നെ മീമിന്റെ കാര്യത്തിൽ മീം ഒരിക്കലും നമുക്ക് നമ്മുടെ മൂക്ക് അടച്ചു വെച്ചിട്ട് മീം എന്നുള്ള അക്ഷരം ഉച്ചരിക്കാൻ പറ്റില്ല. മീം എപ്പോഴും സൗണ്ട് പുറത്തേക്ക് പോകുന്നത് നൂനിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സൗണ്ട് പുറത്തേക്ക് പോകുന്നത് ഹൈഷോമിലൂടെ, തരിമൂക്കിലൂടെയാണ് മൂക്കിലൂടെയാണ് സൗണ്ട് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ മീമിന്റെ മഖ്റജ് പറയുമ്പോൾ നമുക്ക് 2 ആയിട്ട് തന്നെ പറയാം. ഒന്ന് 2 ചുണ്ടുകളും ചേർന്നുകൊണ്ട്, അതോടൊപ്പം തന്നെ അതിന്റെ സൗണ്ട് ഏതിലൂടെയാണ് പുറത്തു പോകുന്നത്? ഊന്ന സൗണ്ട് പുറത്തു പോകുന്നത് ഹൈഷോമിലൂടെ പുറത്തു പോവുകയും ചെയ്യും, തരിമൂക്കിലൂടെയാണ് പുറത്തു പോകുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ പിക്ചേഴ്സ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഫ നമ്മൾ പറഞ്ഞത് ഫ എന്നുള്ള മഖ്റജ്. ഓക്കെ, ഫാന്റെ മഖ്റജ് കണ്ടോ?
സോറി, ഇത് ഫ അല്ല, ബായം. ഫാന്റെ മഹ്റജ് കണ്ടോ? ഇതാണ് ഫാന്റെ മഹ്റജ്. അത് കണ്ടോ? ആ മേലെ 2 പല്ലുകൾ താഴത്തെ ചുണ്ടിന്റെ അകത്താണ് ടച്ച് ചെയ്യുന്നത്. ഓക്കെ, നനവുള്ള ഭാഗത്താണ് ടച്ച് ചെയ്യുന്നത്. ഓക്കെ, ഫ പറയുമ്പോൾ. ഇനി വാവ് പറയുമ്പോൾ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, ചുണ്ടുകൾ രണ്ടും സർക്കിൾ ചെയ്തിട്ട് നടുക്കൊരു ഹോൾ ഉണ്ടാവും. 2 ചുണ്ടുകളും നമ്മൾ കംപ്ലീറ്റ് കൂട്ടി യോജിപ്പിച്ചല്ല പറയുന്നത്. ആ സർക്കിൾ ചെയ്ത് വെക്കുമ്പോൾ നടുക്കൊരു ഹോൾ പോലെ ഉണ്ടാവും. കണ്ടോ? ഇങ്ങനെയാണ് വാവ് പറയുമ്പോൾ. ഒരിക്കലും പല്ല് ചുണ്ടിൽ ടച്ച് ചെയ്യാൻ പാടില്ല. മലയാളത്തിൽ നമ്മൾ വാ പറയണ പോലെ അങ്ങനെ ഒരു സൗണ്ട് അല്ല അറബിക്കിൽ നമ്മൾ വാവ് പറയുന്നത്. ഓക്കെ, വാവ്. ചുണ്ടുകൾ സർക്കിൾ ചെയ്തിട്ട് വേണം, പ്രോപ്പറായിട്ട് സർക്കിൾ ചെയ്തിട്ട് തന്നെ പറയണം, അല്ലെങ്കിൽ സൗണ്ടിൽ വ്യത്യാസം ഉണ്ടാക്കും. അടുത്തത് നമ്മൾ ബായും മീമും പറഞ്ഞു. ബായും മീമും രണ്ടും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ചുണ്ടുകൾ ചേർന്ന് കൊണ്ട് തന്നെ പറയാം. 2 ചുണ്ടുകളും ക്ലോസ് ചെയ്തിട്ടാണ് ബായും മീമും പറയുന്നത്. ഒരുപാട് അമർത്തി നമ്മൾ ബാ ബാ അങ്ങനെ ഒരു മലയാളത്തിൽ ആ ഒരു ഭാരമുള്ളൊരു സൗണ്ട് പോലെ ആക്കരുത് ഒരിക്കലും ബാ പറയുമ്പോൾ. ബായും മീമും തമ്മിൽ വ്യത്യാസം വരുന്നത് ചെറിയ ടച്ചിങ്ങിലുള്ള ഫോഴ്സിലുള്ള വ്യത്യാസമാണ്. ബാക്ക് എന്താണ്, മീമിനേക്കാളും കൂടുതലായിട്ടാണ് ബാന് നമ്മൾ ആ ഒരു പ്രഷർ വരുന്നത് ചുണ്ടിൽ. ബാ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ അറിയാൻ പറ്റും. ബാ. മീം പറയുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടാണ് ആ ഒരു ടച്ചിങ് വരുന്നത്. ഓക്കെ, പിന്നെ ബായുടെയും മീമിന്റെയും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാന്റെ സൗണ്ട് നോർമലായിട്ട് നമുക്ക് അതുപോലെ തന്നെ പോകും. പക്ഷെ മീമിന്റെ സൗണ്ട് പോകുന്നത് ഇതിലൂടെയാണ്. അതിന്റെ അതേ മഹ്റജിലൂടെ അല്ല പോകുന്നത്, പകരം മറിച്ച് അത് ഫൈഷൂമിലൂടെയാണ് പുറത്തു പോകുന്നത്. കണ്ടോ? ആ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നുണ്ടോ മൂക്കിലൂടെ? അതിലൂടെയാണ് മീമിന്റെ സൗണ്ട് പുറത്തു പോകുന്നത്. നൂനിനും മീമിനും ഈ ഒരു പ്രത്യേകതയാണുള്ളത്. ഓക്കെ, ലാസ്റ്റ് നമുക്ക് പറയാനുള്ള ഒരു മഖ്റജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈഷു. അപ്പൊ നമ്മൾ ഹൽക്ക്, ജൗഫ്, ഹൽക്ക്, ലിസാൻ, ഷഫത്താൻ 4 കംപ്ലീറ്റ് ആയപ്പോൾ ലാസ്റ്റ് ഭാഗം ഏതാണ്? ഫൈഷു. ഫൈഷൂം എന്ന് പറയുന്നത് നെയ്സൽ പാസേജ് എന്ന് പറയും, തരിമൂക്ക് എന്ന് പറയും. അതായത് മൂക്ക് അകൽ ഭാഗത്തേക്ക്, അത് വായിലേക്ക് അകത്തേക്കുള്ളൊരു കണക്ഷനാണത്. ഓക്കെ, ആ ഭാഗത്ത് നിന്ന് പുറത്ത് വരുന്നത് ഏതാണ്? നൂനിന്റെയും മീമിന്റെയും ഗുന്ന സൗണ്ടാണ് ഖൈഷൂമിലൂടെ പുറത്തു വരുന്നത്. ഓക്കെ, നൂൻ മീമും ഉച്ചരിക്കാൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിന് ആ ഒരു ഗുന്ന സൗണ്ട് നിർബന്ധമായിട്ടും വേണം. ആ ഒരു സൗണ്ട് പുറത്തേക്ക് വരുന്നത് ഖൈഷൂമിലൂടെയാണ്. നമ്മൾ നേരത്തെ കാണിച്ചു തന്ന അതേ പിക്ചർ ഒരുമിച്ച് കാണിച്ചു തരാം. നൂനിന്റെയും മീമിന്റെയും മഖ്റജ് ശ്രദ്ധിക്കുക. നൂൻ പറയുമ്പോൾ നാവിന്റെ ടിപ്പ് മേലെ 2 മുൻപല്ലുകളുടെ മോണഭാഗത്ത് ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ സൗണ്ട് പുറത്തേക്ക് പോകുന്നത് ശ്രദ്ധിക്കുക. അവിടെ ഹൈഷൂമിലൂടെയാണ് സൗണ്ട് പുറത്തു പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മീമിന്റെ കാര്യത്തിലും 2 ചുണ്ടുകളും ചേർന്നുകൊണ്ടാണ് പറയുന്നതെങ്കിലും സൗണ്ട് പുറത്തു പോകുന്നത് ഹൈഷൂമിലൂടെയാണ് പുറത്തു പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് മഖാരിജുൽ ഹുറൂഫ് എന്നുള്ളൊരു ടോപ്പിക് പഠിക്കാനുള്ളത്. ഇതോടുകൂടി നമ്മുടെ മഖ്റജ് എന്നുള്ള ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് 17 മഖ്റജുകൾ വരുന്നത് കേട്ടോ. 17 മഖ്റജുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? 5 മെയിൻ ആയിട്ടുള്ള മഖ്റജുകൾ പറഞ്ഞു, പിന്നെ 17 ചെറിയ മഖ്റജുകൾ വരുന്നത്. അതിന്റെ ഉള്ളിൽ അകത്തകത്ത് വരുന്ന ഓരോ പോയിന്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, അതെല്ലാമാണ് ഈ 17 മഖ്റജുകളിൽ വരുന്നത്. നമുക്കത് ഓരോന്നോരോന്ന് പറയാം. ഞാനത് ഇത്രയും ഭാഗം എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലെ? ഇന്നെടുത്തത് തൊറഫുൽ ലിസാൻ. തൊറഫുൽ ലിസാനിൽ നിന്ന് പുറത്ത് വരുന്നത് 11 അക്ഷരങ്ങൾ. 5 പോയിന്റ്സിൽ നിന്നായിട്ട് 11 അക്ഷരങ്ങൾ പുറത്ത് വരുന്നുണ്ട്. ഏതൊക്കെ 5 ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? നൂൻ, റോ, താ, ദാ, തോ, സാ, ദാ, വോ, പിന്നെ സീൻ, സായ്, സ്വാദ്. ഓക്കെ, ഇത്രയും അക്ഷരങ്ങളാണ് പുറത്ത് വരുന്നത് തൊറഫുൽ ലിസാനിൽ നിന്ന്. പിന്നെ പഠിച്ചത് ഷഫത്താൻ. ഷഫത്താനിൽ 2 പോയിന്റ്സിൽ നിന്ന് 4 അക്ഷരങ്ങൾ പുറത്ത് വരുന്നുണ്ട്. 2 പോയിന്റ്സിൽ നിന്ന് ഏതൊക്കെ 4 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഫ, ബ, മീം, വാവ്. ഓക്കെ, പിന്നെ ആ ലാസ്റ്റ് ഭാഗം നമ്മൾ പഠിച്ചത് ഖൈഷൂം. ഖൈഷൂമിൽ നിന്ന് പുറത്ത് വരുന്നത് ഗുന്ന സൗണ്ട് ആണ്. ഏതിന്റെ? നൂനിന്റെയും മീമിന്റെയും ഗുന്ന സൗണ്ട് ആണ് പുറത്ത് വരുന്നത്. ഓക്കെ, ഇത്രയും ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്.
ഇത്രയും ഭാഗം എല്ലാവരും വൃത്തിയായിട്ട് നോക്കുക. എല്ലാവർക്കും ഇത് ഭാഗം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാ. അപ്പൊ നമ്മുടെ അതോടുകൂടി മഖാരിജുൽ ഹുറൂഫ് എന്നുള്ള ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാ. ബാക്കി ഭാഗം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.